ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് രുചികരമായിട്ടുള്ളൊരു വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാം. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അതിനായി നമുക്ക് ആദ്യം നന്നായി സോക്ക് ചെയ്തെടുത്തിട്ടുള്ള കടല അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിലേക്കായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ചിരവിയെടുത്ത തേങ്ങയിലേക്ക് 2-3 ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് ചൂടാറിയ ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്കായിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള നന്നായി വൃത്തിയാക്കിയ ശേഷം ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശേഷം ഇത് മറ്റൊരു പാനിലേക്ക് മാറ്റി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടലക്കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായി ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ താളിപ്പ് ഇനി നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.